റെസ്റ്റോറൻറ്റിൽ പോയാൽ പോലും കിട്ടില്ല മക്കളെ, ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ട വെച്ചിട്ടുള്ള ഒരു തവ ഫ്രൈ ആണ് കേട്ടോ. ഒരു മസാലയൊക്കെ വരുന്നതാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഇരുമ്പിൻ്റെ ഒരു പാന് തന്നെ എടുക്കുക കേട്ടോ. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുക. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലൊരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊട്ടിച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഇഞ്ചി നമ്മൾ ചേർക്കുന്നില്ല. വെളുത്തുള്ളി ഒരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. ഞാനിവിടെ 2 മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ മുട്ട വെച്ച് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമല്ലോ, അതേപോലെ തന്നെയാണ് ഏകദേശം ഇത് ചെയ്യുന്നത്. പക്ഷേ കുറച്ചും കൂടെ നമ്മൾ ഇത് ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ, സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉള്ളി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂൺ നിറച്ചും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഞാൻ ഇവിടെ കാശ്മീരി എടുത്തിട്ടില്ല, ഏകദേശം 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിൽ നിന്ന് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന വരെ നമ്മൾ ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ മസാല ചേർക്കാനായിട്ട്. അപ്പോൾ മസാല ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. നമ്മൾ സാധാരണ എടുക്കുന്നതിൽ ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ എടുക്കുന്നുണ്ട്, എന്നാൽ ഇത് നന്നായിട്ട് മുരിഞ്ഞ് നല്ല ഫ്ലേവറൊക്കെ വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് പുഴുങ്ങി കട്ട് ചെയ്തിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു തവ ഫ്രൈൻ്റെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്നത് ഉള്ളി എത്രത്തോളം ഫ്രൈ ആവുന്നു എന്നുള്ളതിനനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങളൊന്ന് വേവിക്കാൻ. ഇനി മുട്ട വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. കുറച്ച് സമയം എടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. എന്നാലേ നല്ല പോലെ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. ഏറ്റവും അവസാനമായിട്ട് കുറച്ച് അധികം മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം കേട്ടോ. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാം അടിപൊളി കോമ്പിനേഷനാണ്, ചോറിനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ നല്ലതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ റെസിപ്പീസിനുണ്ട് ധ്യാൻസ് കണ്ണൂർ കിച്ചൻ ഫോളോ ചെയ്യണം. താങ്ക് യു.